ന്യൂമാഹി ഇയ്യത്തുംകാട് ശ്രീനാരായണ മഠത്തിന് സമീപത്തെ പ്രധാന റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷം. തൊട്ടടുത്ത റോഡ് പ്രവൃത്തി പാതി വഴിയിൽ നിലച്ചതോടെയാണ് വെള്ളം കെട്ടി നിൽക്കാൻ തുടങ്ങിയത്. ഇതോടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഉൾപ്പെടെ പോകേണ്ട രോഗികളും ദുരിതത്തിലായിരിക്കുകയാണ്. ന്യൂമാഹി കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കുള്ള ഇയ്യത്തുംകാട് ശ്രീനാരായണ മഠം മുതൽ 200 മീറ്ററോളമുള്ള റോഡ് ഇന്റർലോക്ക് പ്രവൃത്തി തുടങ്ങിയിട്ട് 4 മാസം കഴിഞ്ഞു. പ്രവൃത്തി ഇനിയും പൂർത്തിയായിട്ടില്ല. പാതി വഴിയിലായതോടെ ഈ റോഡ് തുടങ്ങുന്ന പ്രധാന ജംഗ്ഷനിൽ വെള്ളക്കെട്ടും രൂക്ഷമായിരിക്കുകയാണ്. സമീപത്തെ വിദ്യാലയങ്ങളിലേക്കുൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ മുട്ടോളമുള്ള ഈ വെള്ളക്കെട്ടിലൂടെയാണ് കടന്നുപോകുന്നത്. കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കുള്ള രോഗികളും ഏറെ പ്രയാസം നേരിടുകയാണ്. വെള്ളക്കെട്ടിലൂടെ തീർത്തും കടന്നുപോകാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുള്ളത്. ഇങ്ങോട്ടേക്ക് വരാൻ ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ റോഡ് കുത്തിപ്പൊട്ടിച്ചിട്ട് ജനങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല. ഒറ്റ ഓട്ടോ വണ്ടി ഒന്നും വരുന്നില്ല. എല്ലാം വലിയ പൈസയും കൊടുത്തിട്ടാണ് പിന്നെ അത്യാവശ്യ വണ്ടികൾ വരുന്നത്. ഏറ്റവും സർക്കാരിൻ്റെ ഏറ്റവും സഹായം കിട്ടുന്ന ആ ഒരു ഹെൽത്ത് സെൻ്ററിലേക്ക് എത്താൻ പറ്റാത്തത് അത്രയും പ്രയാസമാണ് നാട്ടുകാർക്ക്. അതിൻ്റെ ഒപ്പരാണ് ഈ ഒരു പണിയെടുത്തിട്ട് മൊത്തത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണുള്ള എല്ലാ റോഡും. ഈ റോഡ് മാത്രമല്ല, കരിക്കുന്ന് റോഡായാലും നമ്മളെ ഇങ്ങോട്ടേക്ക് വരുന്ന എല്ലാ റോഡുകളും ഇതേ അവസ്ഥയിലാണ് ഉള്ളത്. ഈ റോഡ് എന്ന് പറഞ്ഞാൽ അങ്ങ് ചാലക്കര എന്ന് കൊണ്ടിട്ട് ഇയ്യത്തുംകാട് നേരത്തെ വരെയുള്ള റോഡാണ്. ആ റോഡിനെ നശിപ്പിച്ചുകൊണ്ടാണ് ഒരു പ്ലാനിങ് തറാറ് കൊണ്ട് ഇപ്പൊ ഹെൽത്ത് സെന്ററിലേക്ക് അടുത്തായിട്ട് വന്ന റോഡാക്കി. ആ റോഡ് നാട്ടുകാരുണ്ടാക്കിയ റോഡാണ്. ഇപ്പൊ എന്താണ് ഇവർ പഞ്ചായത്തിന്റെ ഒരു വർക്ക് വന്നതിന് ശേഷം 2 റോഡും ബ്ലോക്കായി. ഇരുചക്ര വാഹനങ്ങളും കാറുകളും ഇതുവഴി പോയി കഴിഞ്ഞാൽ കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ്. കുടിവെള്ള വിതരണത്തിന്റെ പൈപ്പ് സ്ഥാപിക്കാൻ റോഡ് പൊളിച്ചിട്ട് അത് പൂർവ്വസ്ഥിതിയിലാക്കാത്തതും ജനങ്ങളെ ഇരട്ടി ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. 3 കൊല്ലമായി ഇത് വർക്കായിട്ട് ഉള്ള പഞ്ചായത്തിന്റെ ഊടുപടി എല്ലാ റോഡുകളും കുത്തിപ്പൊളിച്ച് നാശത്തിന്റെ വിത്താക്കിന് വരും. അതിൻ്റെ ശരിക്കും ചില അത് ഓരോ സെക്ഷൻ കഴിയുമ്പോഴും ആ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കണം എന്നാണ് കരാറിൽ ടെൻഡർ കൊടുത്തിട്ടുള്ളത്. അതൊന്നും പാലിക്കാതെ കണ്ട് എത്രയോ, അതായത് 3 കൊല്ലത്തിനടുത്തായി ഈ നാട്ടിലെ ജനങ്ങൾ ഇതായിട്ട് ബുദ്ധിമുട്ട്. ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ ആരോഗ്യത്തിന് വർഷം വരുന്നില്ല. 1 2 പേരിലാണ്ട് അത് ഒരു പ്രാവശ്യം വന്നപ്പോൾ 2ാമത്തെ വിളിച്ചാൽ വരികയില്ല. ഇതാണ് ഈ റോഡിന്റെ ഈ പഞ്ചായത്തിന്റെ ഈ കെടുകാര സ്റ്റേഷനിൽ ഒന്നുള്ളൂ എനിക്ക് പറയാനുള്ളത്. കനത്ത മഴ പെയ്യുന്ന ഈ സാഹചര്യത്തിൽ വെള്ളക്കെട്ടുകൾ പലപ്പോഴും അപകട സാധ്യത ഉയർത്തുകയാണ്. നാട്ടുകാർ ഇതെല്ലാം ചൂണ്ടിക്കാട്ടി നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയിട്ടും കാര്യമായ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. വലിയൊരു ദുരന്തത്തിന് കാത്തുനിൽക്കാതെ വെള്ളക്കെട്ട് പരിഹരിച്ച് ജനങ്ങളുടെ യാത്ര സുഗമമാക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഏവരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.